കർണാടകത്തിലെ IPL പിന്നെ അവർക്ക് സ്വീകരണം കൊടുത്തിട്ട് എത്ര പേര് മരിച്ചു? എന്താ അവിടെ രാജിവെക്കാത്തത്? എത്ര പേരാ മരിച്ചത്? അല്ല അതെന്താ എത്ര പേര് മരിച്ചു? പറഞ്ഞേ 10,000 ഞാനൊന്ന് പറഞ്ഞോട്ടെ. 10,000 കണക്കിന് ആൾ മരിച്ചു. വിമാനം പിന്നെ തീ പിടിച്ചു. എത്ര പേര് മരിച്ചു? തീവണ്ടി അവിടുത്തെ എത്ര പേര്? അവിടെ പിന്നെ കുംഭമേളയുടെ പേരിൽ എത്ര പേര് മരിച്ചു? കണക്ക് പോലും പുറത്ത് വന്നിട്ടില്ല. ഡൽഹിയിൽ അവിടെ തെക്കും തിരക്കിലും 10,000 കണക്കിന് ആൾ മരിച്ചു. അല്ലല്ല പാലം തകർന്ന് എത്ര പേര് മരിച്ചു? ഗുജറാത്തിലും പിന്നെ ബീഹാറിലും. മറ്റൊന്നുകൂടെ അവിടെ ഇന്നലെ വരെ നേരത്തെ രോഗികൾ സർജറിക്ക് അടക്കം ബുക്ക് ചെയ്തിരുന്നു. ഇന്നലെ കൊണ്ടാണ് അത് അവസാനിച്ചത്. നമ്മൾ സർജറി ബുക്ക് ചെയ്ത് ഇരിക്കുന്ന അടിയന്തര സാഹചര്യമുള്ള രോഗികളെ നിങ്ങൾ ഇനി കോന്നിപ്പോയി ചെയ്തുകൊണ്ടിരിക്കാൻ പറയുന്നതും ശരിയല്ല. അതുകൂടെ പരിഗണിച്ചു. തീർച്ചയായിട്ടും ഒരാഴ്ചക്കകം അതിന്റെ ഷിഫ്റ്റിംഗ്, അതിന്റെ ഉത്തരവുകൾ ഉണ്ടാവും. തീരത്തില്ല. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ഫണ്ട് അലോട്ട്മെന്റ് ഒക്കെ ആയി. ഇന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള മീറ്റിംഗ് നടന്നു. 5 കോടി രൂപ. അതെ, 5 കോടി അല്ല. ഇന്ന് അതിന്റെ ഉത്തരവ് ഇന്ന് ഇറങ്ങുമെന്നാണ് NHMന്റെ DPM വിളിച്ചിരുന്നു. ഇന്ന് ഉത്തരവ് കിട്ടും. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ മീറ്റിംഗ് വിളിക്കണം എന്ന് പറഞ്ഞു.